കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തുന്നുണ്ട്. മാർക്കോയും ആവേശവും ആഘോഷിക്കുന്നവർക്കെതിരെയും പ്രമുഖർ പ്രതികരണവുമായി എത്തിയിരുന്നു. ഇപ്പോഴിതാ നടി രഞ്ജിനി തന്റെ പ്രതികരണം രേഖപ്പെടുത്തുകയാണ്. നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളിൽ സമകാലിക സിനിമയുടെയും സ്വാധീനമുണ്ടെന്ന് നടി രഞ്ജിനി അഭിപ്രായപ്പെടുന്നു. മികച്ച തിരക്കഥകളും ഫിലിം മേക്കിങ്ങും അഭിനയത്തിലുമൊക്കെ മറ്റു ഇൻഡസ്ട്രികളെ അസൂയപ്പെടുത്തിയവരാണ് മോളിവുഡ് എന്നിരിക്കെ കൊറിയൻ പാത പിന്തുടരുന്നത് എന്തിനു വേണ്ടിയെന്നാണ് രഞ്ജിനിയുടെ ചോദ്യം. സോഷ്യൽ മീഡിയയിലാണ് തന്റെ അഭിപ്രായം നടി പങ്കുവച്ചത്. രഞ്ജിനിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: അനന്യവും പുരസ്കാരങ്ങൾ നേടാറുള്ളതുമായ തിരക്കഥകൾ, ഫിലിം മേക്കിംഗ്, അഭിനയം ഇവയൊക്കെ പേരുകേട്ടതായിരുന്നു മലയാള സിനിമകൾ. മറ്റു ഭാഷാ സിനിമാ മേഖലകൾ അസൂയപ്പെട്ടിരുന്ന ഒന്നാണിത്. കാര്യങ്ങൾ അങ്ങനെയാണെന്നിരിക്കെ നാം കൊറിയൻ, ജാപ്പനീസ്, തെലുങ്ക്, കന്നഡ സിനിമകളുടെ പാത പിന്തുടർന്ന് മാർക്കോ, ആവേശം, റൈഫിൾ ക്ലബ്ബ് പോലുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് എന്തിനാണ് എന്നാണ് രഞ്ജിനി ചോദിക്കുന്നത്. താൻ മലയാള സിനിമയുടെ ഭാഗമാണെന്നതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണെന്നും സിനിമയുടെയും സോഷ്യൽ മീഡിയയുടെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും സ്വാധീനം കൊണ്ടും മോശം പാരന്റിംഗ് കൊണ്ടും ലഹരി ഉപയോഗത്താലും ക്ഷമ നശിച്ച യുവത്വമായി മാറുന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥ മനസ്സിനെ മുറിപ്പെടുത്തുന്നതായും നടി അഭിപ്രായപ്പെടുന്നു. നിർഭാഗ്യവശാൽ ഇന്നത്തെ സിനിമകളും ഈ സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിക്കുന്നു. നമ്മുടെ സെൻസർ ബോർഡിന് എന്ത് സംഭവിച്ചുവെന്ന് അത്ഭുതം തോന്നുന്നതായും നടി പറയുന്നു. പ്രിയ കേരളമേ, മറക്കാതിരിക്കുക. JC ഡാനിയൽ, KG ജോർജ്, അരവിന്ദൻ, MD വാസുദേവൻ നായർ, പത്മരാജൻ, ലെനിൻ രാജേന്ദ്രൻ തുടങ്ങി അനേകം പ്രതിഭാധനർ സൃഷ്ടിക്കപ്പെട്ട ഇടമാണിത്. തങ്ങളുടെ സിനിമകളിലൂടെ അവർ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചതായും നടി രഞ്ജിനി പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.